ഇവിടെ പ്രത്യേകിച്ചും ചൂട് കൂടുന്ന മാസമായതുകൊണ്ട് ഇറച്ചി നിങ്ങൾ വേവിക്കുമ്പോൾ നിർബന്ധമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരങ്ങ ചേർത്ത് വേവിക്കാനായിരുന്നു ഭാര്യമാരോട് പറഞ്ഞിരുന്നത്. ഐഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു രസകരമായ സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങാടിയിൽ നിന്ന് മാംസം കൊണ്ടുവരുമ്പോൾ കൂടെ ചുരങ്ങ കൊണ്ടുവരും. ഇവിടെ എന്താ പറയുന്നത്? ചുരങ്ങ. അപ്പോൾ ഈ ഇറച്ചി കറിയിൽ അത് വേവിക്കണം എന്നാണ്. ഈ ഉഷ്ണം കൂടിയ കാലാവസ്ഥയിൽ ഇറച്ചിയിൽ ചുരങ്ങയോ അല്ലെങ്കിൽ വെള്ളേരിയോ അല്ലെങ്കിൽ കഴുത്തങ്ങ എന്ന് പറയും ആ ഭാഗത്തൊക്കെ, പിന്നെ ഇളവൻ കുമ്പളങ്ങയുടെ ഇത്തരം വസ്തുക്കൾ ചേർക്കാതെയാണ് നമ്മൾ ഇറച്ചി വേവിക്കുന്നതെങ്കിൽ പെട്ടെന്ന് കരൾ രോഗം വരും. പ്രത്യേകിച്ച് നമ്മൾ ആഴ്ചയിൽ 3-4 തവണ കഴിക്കുന്നതല്ലേ. അംഗീകരിച്ച അളവിൽ പരിധി വിടുന്ന ആളുകളാണല്ലോ നമ്മൾ. അപ്പോൾ നമ്മൾ ചൂട് കാലത്ത് നാട്ടിലും വിളിച്ചു പറയണം. നാട്ടിലിപ്പോൾ ഞാനിപ്പോൾ അൽഹംദുലില്ലാ തിബ്ബുൻ നബവി സംബന്ധമായ കാര്യം നടത്തുന്നതോടൊപ്പം തന്നെ തളിപ്പറമ്പിൽ പെൺകുട്ടികൾ മാത്രം താമസിച്ച് പഠിക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നടത്തുന്നുണ്ട്. പെൺകുട്ടികൾ ഹാഫിളുകളാക്കുക, തർബിയത്ത് കൊടുക്കുക, മതപരമായ കഴിവുകൾ. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലാണ് കൊണ്ടുപോകുന്നത്. തിബ്ബുൻ നബവി പ്രൊമോട്ട് ചെയ്യുന്ന സിസ്റ്റത്തിലാണ് കൊണ്ടുവന്നത്, നിർദ്ദേശിക്കുന്നത്. അപ്പം അവിടെ ഇറച്ചി വാങ്ങുമ്പോൾ തന്നെ ചുരങ്ങ വാങ്ങും, എന്നിട്ട് അതിട്ടിട്ടേ കറി വെക്കും വേവിച്ചിട്ട്. ഐഷബി പറയുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിരലിങ്ങനെ കറിയിലിട്ട് തപ്പി നോക്കും ചുരങ്ങക്ക്. പഴയ കാലത്തൊക്കെ വളരെ സാമ്പത്തിക പ്രശ്നമുള്ളതും ചെമ്മീനൊക്കെ കറി വെച്ചാൽ ചെമ്മീനുണ്ടോ നമ്മൾ തപ്പി നോക്കുക എന്ന് പറഞ്ഞ മാതിരി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരങ്ങ തപ്പി നോക്കി കറിയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അനസ് റളിയല്ലാഹു തആല അൻഹു ചുരങ്ങൻ്റെ വള്ളി കണ്ടാൽ ഇങ്ങനെ ബഹുമാനത്തോടെ നോക്കി, എൻ്റെ റസൂലാക്ക് ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ ഇത് എന്ന് പറഞ്ഞിട്ട്. ചരിത്രമാണ്, ഇസ്ലാമിക ചരിത്രമാണ്. അപ്പം അരക്കെട്ടിൻ്റെ ഭാഗത്തെ നരമ്പുകൾക്ക് ശക്തി നൽകാനും ടോട്ടലി ശരീരത്തെ ഈർപ്പം നിലനിർത്താനും ശരീരത്തിൽ വരുന്ന ഡ്രൈനസ് വരൾച്ചയെ ഇല്ലായ്മ ചെയ്യാനും വയറിൽ വർദ്ധിക്കുന്ന ഉഷ്ണത്തെ വിഭാടനം ചെയ്യാനൊക്കെ ചുരങ്ങക്ക് നല്ല കഴിവുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും, വിലയും കുറവാണ്. പറ്റണ ഭാഗ്യവാന്മാരൊക്കെ ഉപയോഗിച്ചോളി. അല്ലാത്ത ആൾ ഇത് കേട്ടിട്ട് ചുമ്മാ ഇരിക്കാന്നല്ലാണ്ടല്ലേ. കുട്ടികളിങ്ങനെ പൈസ ഇല്ലാണ്ട് സ്കൂളിൽ പോയാലും മറ്റുള്ള കുട്ടികൾ മിഠായി വാങ്ങും, ഇവൻ നോക്കി നിൽക്കണവർ നിങ്ങൾ നോക്കി നിൽക്കാനേ. പിന്നെ എന്താ ചെയ്യുക? എല്ലാത്തിനും തൗഫീക്ക് വേണം. ഇപ്പോൾ റമദാനിലേക്ക് എത്തിക്കണേന്ന് വരുന്നിട്ട് എന്താ പിന്നെ ദ്വാരക്കണം? വഫ്ഫിഖ്നാ ഫീഹി ലിസ്സിയാമി, വഫ്ഫിഖ്നാ തൗഫീക്ക് നൽകണേ. നോമ്പ് കാലത്ത് എത്തിയിട്ട് എത്ര ആൾ വെറുതെ ഒരു കാര്യമില്ല സമൂസയും ചായയും കുടിച്ച് പോകാന്നല്ലാണ്ട് പള്ളിയിൽ നിന്ന് എനിക്ക് കാര്യമൊന്നുമില്ലല്ലോ. എല്ലാ നോമ്പിലും ഓനി തന്നെ പരിപാടി. ചില ആളുകളോ അവർക്ക് അള്ളാഹു തൗഫീക്ക് കൊടുക്കും നോമ്പുകാരനായി ജീവിക്കാൻ. ഇപ്പം നോമ്പ് കൂടി വരികയാണ്. നോമ്പ് കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോമ്പ് മുറിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. നിങ്ങളിവിടെ ചെറുനാരങ്ങ വെള്ളം കുടിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. മുറിക്കണ നേരത്തെ ദയവേത് ചെറുനാരങ്ങ വെള്ളം കുടിക്കരുത്. 6 മണിക്കൂർ കാലിയായ വയറിൽ സിട്രിക് ആസിഡിൻ്റെ അംശം എത്തുന്നത് കോളറക്ടൽ അൾസറസ്, വലിയ മാരകമായ വയറ്റിൽ പുണ്ണ് രോഗം വരാൻ സ്ഥിരമായി കുടിച്ചാൽ പതുക്കെ വയറിൻ്റെ ഉള്ളിലെ നേരിയ ആവരണത്തിന് സ്ക്രാച്ച് വീഴും. സ്ക്രാച്ച് മീൻ മുറിവ്. പിന്നെ അതിൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അടിഞ്ഞുകൂടി പഴുപ്പ് രൂപപ്പെടും. അത് അൾസറായി മാറും. അൾസർ ശക്തി പ്രാപിച്ച് ക്യാൻസറായി മാറും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അപ്പോൾ നോമ്പ് മുറിക്കണ നേരത്തെ ദയവേത് നിങ്ങൾ എന്താക്കരുത്? ചെറുനാരങ്ങ വെള്ളം കുടിക്കരുത്. നിങ്ങൾ തറാവീഹിന് പോകുമ്പോൾ ചെറുനാരങ്ങ വെള്ളം കുടിച്ച് റാഹത്തായി വരും. എന്നാൽ നിസ്കരിക്കാൻ കുറച്ച് റാഹത്തുണ്ടാവും. മനസ്സിലാണ്ടോ? ചെറുനാരങ്ങ നല്ലതാണ്. ശ്വാസകോശത്തെ നന്നാക്കാനും ശരീരത്തിൽ അനാവശ്യ കഫത്തെ നീക്കാനൊക്കെ നല്ല അമൂല്യമായ ഔഷധമാണ് ചെറുനാരങ്ങ. പക്ഷെ അത് ഉപയോഗിക്കേണ്ട സമയവും സാഹചര്യം അറിയണം. അതുപോലെ ചെറുനാരങ്ങയുടെ കുരു വയറിലെത്താനും പാടില്ല, അതും ശ്രദ്ധിക്കേണ്ടതാണ്. ചെറുനാരങ്ങയുടെ കുരു വയറിലെത്തുന്നതും വലിയ പ്രശ്നമാണ്. അപ്പോൾ നോമ്പ് മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ആഡ് ചെയ്തത്. ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളം നോമ്പ് മുറിക്കുമ്പം കുടിക്കരുത്. മുറിക്കുമ്പോൾ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ഈത്തപ്പഴവും പച്ചവെള്ളവും. പിന്നെ ഷമ്മാമ കഴിക്കാം ഫ്രൂട്ട്സിൽ, ഉറുമാമ്പഴം കഴിക്കാം ഫ്രൂട്ട്സിൽ, അത്തിപ്പഴം കഴിക്കാം ഫ്രൂട്ട്സിൽ, അങ്ങനെ പോകണം. ബത്തക്കയും പൈനാപ്പിളൊക്കെ നോമ്പ് മുറിക്കണ സമയത്ത് ഭക്ഷണത്തോട് ആർത്തി കൂട്ടും, വെറി കൂട്ടും. നോമ്പ് മുറിക്കുന്ന നേരത്ത് നമ്മൾ പൈനാപ്പിൾ ജ്യൂസ്, മുന്തിരി ജ്യൂസ്, ബത്തക്ക ജ്യൂസ് അല്ലെങ്കിൽ ബത്തക്കയുടെ പീസ്, പൈനാപ്പിളിൻ്റെ പീസ് ഫ്രൂട്ട്സാണെന്ന് പറഞ്ഞ് കഴിച്ചാൽ ഭക്ഷണത്തോട് ആർത്തി കൂട്ടും. കഴിക്കണ ഭക്ഷണത്തിൻ്റെ അളവ് കൂടിപ്പോവും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പഴയ കാലത്തൊക്കെ ഈ നിരാഹാര സമരം കിടക്കുന്ന മഹാനായ രാഷ്ട്രീയ നേതാവ് എങ്ങനെ നിരാഹാരം അവസാനിപ്പിക്കുക? ചെറുനാരങ്ങ നീര് കൊടുത്തിട്ടാണ്. കേട്ടിട്ടുണ്ടോ? ആ വിഷയം കേട്ടിട്ടുണ്ടോ? എന്നെങ്കിലേ മനസ്സിലാവുള്ളൂ. എന്താ ഇളനീർ കൊടുക്കാത്തത്? കുറേ കാലം ഇവൻ ഒറിജിനലായിട്ട് പട്ടിണി കിടന്നിട്ട് പിന്നെ ഇവനിക്ക് ഭക്ഷണത്തോട് താല്പര്യം വരണമെങ്കിൽ ആദ്യം ചെറുനാരങ്ങൻ്റെ നീരങ്ങെത്തണം. അപ്പോൾ ഇവനിക്ക് ആർത്തി വരും, ഇല്ല ഇവന് തിന്നാൻ പറ്റൂല. അപ്പോൾ എന്ന പോലെയാണ് നമ്മൾ നോമ്പ് മുറിക്കണ സമയത്ത് ഈ ചെറുനാരങ്ങ ഉള്ള വസ്തു കഴിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. എന്നതുപോലെ വല്ലാണ്ട് കരിച്ച് പൊരിഞ്ഞ വസ്തുക്കൾ നോമ്പ് മുറിക്കണ സമയത്ത് കഴിച്ചാലും വയറിന് വലിയ പ്രശ്നമാണ്. ഇബാദത്തിൽ വലിയ ആലസ്യം വരികയും മടി വരികയും താല്പര്യം കുറയുകയും നോമ്പ് ഫസാദായി തീരുകയും ചെയ്യും. ഒരു മനുഷ്യൻ ആത്മീയമായി നശിക്കുന്നതും ഭൗതികമായി നശിക്കുന്നതും വയറ് നിറയുമ്പോഴാണ്. ആത്മീയമായ നാശം അങ്ങനെ വരുന്നത്.
ഭൗതികമായ നാശം വരുന്നത് പോലെ ആത്മീയമായ നാശവും ഒരാൾക്ക് വരുന്നത് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ്. ചോറ് കഴിക്കണം. ചോറാണ് ഏറ്റവും നല്ല ഭക്ഷണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഭക്ഷണത്തിലും ഇല്ലാത്ത ഗുണം അന്നത്തിലുണ്ട്. പിന്നെ അവിടെയും പ്രശ്നം ഇതാണ് തങ്ങളെ, അതായത് നമ്മൾ കഴിക്കുന്ന മെത്തേഡാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ല, ചവക്കുന്നില്ല. പിന്നെ ചില ആളുകൾക്ക് വയറ് ചാടുന്നത് ഈ മധുരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ്. ഈ മധുരം, നല്ല കട്ടിയുള്ള മധുരം കഴിക്കുന്നവർക്ക് അടിവയറിൽ ഇങ്ങനെ കൊഴുപ്പ് വന്ന് നിറയും. പിന്നെ സ്ഥിരമായ ഇറച്ചി രണ്ട് വിഷയമാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞ രക്തത്തിൻ്റെ കട്ടി കൂടി സർക്കുലേഷൻ കമ്മിയായി പല പ്രശ്നങ്ങളും അവർക്ക് വരും. രക്തത്തിൽ ഇരുട്ട് കൂടിയിട്ട് മാരകമായ പല രോഗങ്ങൾക്കും അത് കാരണമായി തീരും. ആട് കഴിക്കണം നല്ലതാണ്. കറുത്ത തോലുള്ള ആടാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത്. കറുത്ത തോലുള്ള ആൺ ആട്ടിൻ്റെ മാംസത്തിനാണ് കൂടുതൽ ഗുണമുള്ളത്. അതും ബാക്കിലെ കാലിനോട് ചേർന്ന ഭാഗം, അതുപോലെ മുതുകിനോട് ചേർന്ന ഭാഗമൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ചോദിച്ച് വാങ്ങിയിട്ട് കഴിക്കാറുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളമല്ല കുടിക്കേണ്ടത്, രാവിലെ എഴുന്നേറ്റ ഉടനെ പഴമാണ് കഴിക്കേണ്ടത്. കാലി വയറിന് നല്ല ചോദ്യമാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. എംപ്റ്റി സ്റ്റൊമക്കിൽ, കാലി വയറിൽ ഒരു മനുഷ്യന് ഏറ്റവും സ്യൂട്ടബിളായ ഫുഡ് പഴമാണ്. സെക്കൻഡ് വെള്ളത്തിൽ പച്ചവെള്ളം. സംസം പിന്നെ നമ്മൾ സാധാരണ ചർച്ചയെ കൊണ്ടുവരേണ്ട, അതൊരു എന്താ പറയുക, അത് നമ്മൾ ഈ ചർച്ചയെ കൊണ്ടുവന്ന അതിനോടുള്ള പവിത്രത നഷ്ടപ്പെടുത്തലായി പോകും. അത് പിന്നെ നമ്മൾ വെള്ളം എന്നുള്ള ആൾക്ക് കുടിക്കണമല്ലോ, സംസം കുടിക്കണത്. ഓക്കെ, അൽഹംദുലില്ലാ, നല്ലതാണ്, നിങ്ങളുടെ ഒരു ഭാഗ്യമാണ്. പക്ഷെ ആ കുടിക്കുന്ന ആളുടെ മെൻറ്റാലിറ്റി ക്ലിയർ അല്ലെങ്കിൽ സംസമിൻ്റെ ഗുണം അയാൾക്ക് കിട്ടില്ല. സംസം എന്നുള്ളത് ഒരു വസ്ഫാണ്, ഒരു വിശേഷണമാണ്. മനസ്സിലായില്ലേ? മാഉ സംസം ലിമാ ശുരിബ ലഹു, കുടിക്കണോന് എന്തിനാണോ കുടിക്കണത്, ആ കുടിക്കണ നേരത്ത് എന്താണോ അയാളുടെ മനസ്സ്. രാവിലെ തന്നെ സംസം എടുത്ത് ബിസ്മി അല്ലാണ്ട് കുടിച്ചാൽ സംസം ചെയ്യുന്ന ഗുണമൊന്നും അയാൾക്ക് ചെയ്യില്ല. പച്ചവെള്ളം കുടിച്ച ഗുണം പോലും ആ സംസം കൊണ്ട് കിട്ടൂല. അങ്ങനെയാണ് അതിൻ്റെ, അത് ശ്രദ്ധിക്കാനുണ്ട്. പച്ചവെള്ളം തന്നെയാണ് എല്ലാ കാലാവസ്ഥയിലും ഏത് മനുഷ്യനും പച്ചവെള്ളമാണ്. ഇപ്പോൾ അലർജി, തുമ്മൽ രോഗമുള്ളവരൊക്കെ സത്യത്തിൽ ആ രോഗം നിലനിൽക്കുന്ന പച്ചവെള്ളം കുടിക്കാത്തതുകൊണ്ടാണ്. പച്ചവെള്ളമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ മഗ്‌രിബിന് ഒളു എടുത്തു തോർത്തി പലരും സത്യത്തിൽ തോർത്താൻ പാടില്ല. കുളിച്ച ശരീരം തോർത്താൻ പാടില്ല. ഇസ്ലാമിൻ്റെ അധ്യാപനം എത്ര വലുതാണ്. ഇപ്പോൾ ഗൾഫിൽ നിങ്ങൾക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഒരു 4-5 ദിവസം കുളിച്ചിട്ട് തോർത്താതിരുന്ന് നോക്കിയാൽ നിങ്ങൾ ചെയ്ത് നോക്കി. ഞാൻ പോകുന്നതിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട്, ഞാൻ ഒരാഴ്ച കൂടെ ഉണ്ടല്ലോ, അതിനിടയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഒന്നും എന്നെ പിടിക്കാമല്ലോ. തലയും തോർത്തരുത്, കറാഹത്താണ് ഫിഖഹിൻ്റെ കിതാബിൽ. ഫുഖഹാക്കൾ ഭയങ്കര തിബുള്ളവരാണ്. ഇതല്ലേ ആലിമീങ്ങളിൽ ഇരിക്കണത്. പള്ളി പണകത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിലേക്ക് താടിന്ന് വെള്ളം ഉറ്റുന്ന രൂപത്തിൽ കയറിയതായി ഹദീസിൽ കാണാനില്ലേ? നിങ്ങൾ ഉണങ്ങിയിട്ട് 10 മിനിറ്റ് കൊണ്ട് ഉണങ്ങും. ഞാനൊക്കെ ഇപ്പം അങ്ങനല്ലേ കുളിക്കണത്. ഞാനിപ്പോൾ എത്രയോ കാലമായിട്ട് കുളിക്കണത്. കുളിച്ചാൽ തല തോർത്താറില്ല, ശരീരം തോർത്താറില്ല, കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും, അപ്പോഴത്തേക്ക് അതങ്ങ് ഉണങ്ങിക്കോളും. ഈ വലിയ ചൂടുള്ള കാലാവസ്ഥയിൽ ബിൽഡിങ് മാത്രം നല്ല ചൂടുണ്ടാക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചൂടും ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാണ്. അല്ല, അതിപ്പം ഞാനെന്താ പറയുക, തെറ്റായ വിശ്വാസങ്ങൾ നമ്മളെ സമൂഹത്തിൽ പറഞ്ഞതിന് ഇപ്പോൾ നമ്മളെന്താ പറയുക, ഫുഖഹാക്കൾ ഒരു വിഷയം പറഞ്ഞത് പറഞ്ഞാൽ അതിനപ്പുറം ശാസ്ത്രം അന്വേഷിക്കുന്നത് അബദ്ധമാണ്. ഉളു എടുത്താൽ തോർത്തുന്നതിൻ്റെ ഹുക്കം എന്താണ്? കറാഹത്താണ്. എന്താ കറാഹത്തായത്? ഇയാൾക്ക് കയ്യിലൂടെയും മുഖത്തിലൂടെയും ശരീരമാസകലം കിട്ടേണ്ട ഉണർവിനെയും ഉന്മേഷത്തെയും. അപ്പോൾ ഫത്ഹുൽ മുഈനിൽ എന്താ പറഞ്ഞ? നഷാത്തിൻ, നിസ്കാരത്തിലേക്ക് ഇവിടെ നഷാത്തോ. ഇത് തോർത്തിയോനിക്ക് എന്ത് നഷാത്ത്? കുട്ടികൾ അതുകൊണ്ടല്ലേ കുളിച്ചാട് ഓടുന്നത്, തോർത്താൻ ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട്. ഈ ഉമ്മാരോടൊക്കെ ഞാൻ പറയുന്നത്, കുട്ടികൾ എന്താ ഇപ്പോൾ ഓടുന്നത്? അവരിൽ ഫിത്രത്ത് നിലനിൽക്കുന്ന സമയമാണ്. സുബ്ഹാനിയത്തിൻ്റെ പ്രത്യേക ഗുണം നിൽക്കും. 3 വയസ്സുള്ള കുട്ടികൾ, അത് പിന്നെ വേറെ വിഷയം. ഞാൻ ആ ഭാഗത്തേക്ക് വരാത്തന്നെ, അത് വേറെ സബ്ജക്റ്റാണ്. അത് പിന്നെ നമ്മൾ തുടരണ്ട. നിങ്ങൾ കുട്ടികളെ വിഷയം പറഞ്ഞുകൊണ്ട് ഇപ്പം എൻ്റെ കുട്ടികളൊന്നും തോർത്താത്ത കാലത്രേ. അതെ, നമ്മൾ ഇരിക്കട്ടെ മുമ്പിൽ. തേടുക എന്നല്ല പറഞ്ഞത്, ഉത്തുലുബുൽ ഇൽമാന്നാണ്. തേടുക, അന്വേഷിക്കുക, പറഞ്ഞു കൊടുക്കുക എന്നല്ല. ഉത്തുലുബ്, നീ തേട്, നീ അന്വേഷിക്കുന്നതാണ്, അല്ലാണ്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല. നീ ചൈനയിലാണെങ്കിൽ മദീനയിലോട്ട് വാ, അലൂബിസീൻ. ചൈനയിലാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരി, എന്നിട്ട് ഇവിടെ വന്നിട്ട് മതം പഠിക്കുക, ദീൻ പഠിക്കുക. നമ്മൾ തേടുന്നില്ല, നമ്മൾ അന്വേഷിക്കുന്നില്ല. വസ്തുത അതാണ്, തേടിപ്പിടിക്കുക എന്നുള്ളതാണ്, അല്ലാണ്ട് ആളെ കണ്ടെത്തിയിട്ട് പറഞ്ഞു കൊടുക്കലില്ല. ഇപ്പം മദീനയിലേക്ക് മിസ്അബിനെ പോലെയുള്ള ആളുകൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി അന്വേഷിച്ചു വന്നു റസൂലുള്ളാഹിൻ്റെ അടുത്ത്.
നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ആളെ പറഞ്ഞു തരുന്നത് അപ്പോഴാണ് റസൂല പറഞ്ഞയച്ചത്. അല്ലാണ്ട് റസൂല എല്ലാ നാട്ടിലേക്ക് ആദ്യം ആളെ അയച്ചോ? നിങ്ങൾ ചോദിച്ചില്ല, നിങ്ങൾ അന്വേഷിച്ചില്ല. നിങ്ങളിപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ആരോഗ്യ മാസിക കണ്ടാൽ വാങ്ങൂലേ? അത് തേടലല്ലേ, അന്വേഷിക്കലല്ലേ? എന്നതുപോലെ എന്തുകൊണ്ട് ഖുർആനിൽ നോക്കണില്ല? ഇൻഷാ അല്ലാഹ് വരും. അങ്ങനെ ഒരു കാലം വരാൻ പോവാണ്. PKP മഹാനായ സംസ്ഥയുടെ വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ മുഷാവറ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സംസ്ഥയുടെ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുഹമ്മദ് മുത്തക്കോയ തങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരും. കാലോചിതമായ എല്ലാ പരിഷ്കരണങ്ങളും സമസ്ത വരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ സമൂഹത്തിൽ സമസ്ത നടത്തിയ പരിഷ്കരണം എന്ന് പറയുന്നവർക്ക് ഇതുവരെ എത്താൻ പോലും എത്താത്തടുത്ത് സമസ്ത എത്തിയിട്ടുണ്ട്. അത്രയും ഹൈ ക്വാളിറ്റി എന്താ പറയുക വിദ്യാഭ്യാസമാണ് സമസ്ത നൽകുന്നത്. കാലോചിതമായി ഞാനിപ്പോൾ പറയാലോ, സൗദി യൂണിവേഴ്സിറ്റിയിൽ ഇൽമുൽ ബയാൻ എന്ന വിഷയത്തിൽ റിസർച്ച് പ്രബന്ധം അവതരിപ്പിച്ച ആളാണ് ഞാൻ. എഫക്റ്റീവ് ടീച്ചിങ് എന്ന വിഷയത്തിൽ എങ്ങനെയാണ് ഏറ്റവും നല്ല അധ്യാപനം നടത്തേണ്ടതെന്ന വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ CBSE സിലബസ് എന്താണ്, മറ്റുള്ള സിലബസ് എന്താണ്, കേന്ദ്രീയ വിദ്യാലയം എന്താണ്, എനിക്ക് നന്നായിട്ട് അറിയാം. സെൻട്രൽ ബോർഡ് എന്താണ്, കേരള സിലബസ് എന്താണ്, ഇത് പഠിപ്പിക്കാൻ പറ്റുന്നതാണോ, ഇത് സിലബസ് ക്ലിയർ ആണോ, കറക്റ്റ് ആണോ എന്നൊക്കെ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഗൾഫിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ ഫീസ് കൊടുത്തിട്ട് അവിടെ CBSE എന്ന് പറയുമ്പോൾ CBSEയിൽ സത്യത്തിൽ 10ാം ക്ലാസ്സിന് മുമ്പുള്ള സിലബസ് ഇല്ല. നിങ്ങൾക്കറിയത് ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ പണിച്ചേരി. അപ്പോൾ CBSE LKG UKG RKG എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതോ? നിങ്ങൾ പറയും. RKG ഞാൻ കൂട്ടിയതാ. ആളെ മണ്ടന്മാരൊക്കെയാണെന്നേ. നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? എൻ്റെ കുട്ടി CBSE പഠിക്കണത്. എത്രയിൽ? 7ാം ക്ലാസ് CBSE സിലബസ് ഉണ്ടോ മഹാനെ? നിങ്ങളെന്ത് മണ്ടത്തരാ പറയണത്? പോട്ടെ, സാരമില്ല, ഏതായാലും കുറച്ച് പൈസ പോയി കിട്ടി, അത്രയും സാരമില്ല. അങ്ങനെ എന്തൊക്കെ ഉണ്ട്, പോട്ടെ. നമ്മൾ പറഞ്ഞത് കുളിക്കണ വിഷയമാണല്ലേ. ഓക്കെ, അൽഹംദുലില്ലാ. നമ്മളെ ആഗ്രഹം എല്ലാം നല്ലത് നമ്മളിൽ നിന്ന് കിട്ടട്ടെ. സമസ്ത പഠിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ സമസ്തൻ്റെ വലുപ്പമാണല്ലോ. നിങ്ങളങ്ങനെ പറഞ്ഞു കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. ഏതായാലും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൂടെ ചെയ്ത് നോക്ക്. എങ്ങനെ? കുളിച്ചിട്ടൊരു 10 മിനിറ്റ് ചുമ്മാ ഇരിക്കും. ആ സമയത്ത് പത്രം വായിച്ചോളി. പത്രം ഇങ്ങനെ ഒച്ചത്തിൽ ദിനേശ് പിടിക്കാൻ വരുമെന്നല്ലോ, ഒച്ചത്തിൽ വായിക്കാൻ. ഇങ്ങനെ നോക്കിയാൽ മതിയല്ലോ. അല്ല, പുറത്ത് ഹമ്മാമ് പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ലല്ലോ. കുളിച്ചിട്ട് പുറത്തിറങ്ങി ഒന്നും ആവില്ല. ഒക്കെ തോന്നണതാണ്. ഒക്കെ നമ്മൾ ചെയ്ത് നോക്കാത്തത് കൊണ്ട് തോന്നണതാണ്. പിന്നെ ഗൾഫിലാവുമ്പോൾ പ്രശ്നം നിങ്ങൾ പറഞ്ഞൊരു വിഷയം തന്നെ. ഗൾഫിലാവുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയ ഹമ്മാമും ചെറിയ ബെഡ്റൂമാണ്. എന്നാലും സാരമില്ല, അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റ് വെച്ച് പുറത്ത് വന്ന് നിന്നോളിയും. അവിടെ വെള്ളം ഉറ്റിക്കോട്ടെ. സ്ത്രീകൾക്കും ബാധകമാണ്, എല്ലാവർക്കും. ഒന്നും ആവില്ല. ഇപ്പം നമ്മളിപ്പോൾ പ്രാക്ടിക്കലായി നമ്മൾ ചെയ്ത് നോക്ക്. ഞാൻ പറയാലോ, ഇപ്പോൾ അടുത്ത് എപ്പോഴും തുമ്മൽ, അലർജി, ജലദോഷമുള്ള ഒരു ഹുദവി ഉണ്ടായിരുന്നു. നമ്മൾ എറണാകുളത്തുള്ളൊരു ഹുദവി ഉസ്താദ്. അദ്ദേഹം എപ്പോഴും നീരിറക്കം, തുമ്മൽ, ജലദോഷമാണ്. ഞാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. 2 കാര്യങ്ങൾ. മരുന്ന് കൊടുത്തിട്ടില്ലേ? നല്ല പ്രഗത്ഭനായ ഒരു ഹുദവിയാണ്, എറണാകുളം ആലുവയിലുള്ള. നല്ല പ്രഗത്ഭനാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരം ഡോക്ടറേറ്റിന് വേണ്ടി അദ്ദേഹം സ്റ്റഡി ചെയ്യാണ്. അദ്ദേഹത്തിന് കിട്ടിയ ഫിസിക്കൽ ഗുണം കൊണ്ടാണ്. എപ്പോഴും നീരിറക്കം, തുമ്മൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ 2 കാര്യം ചെയ്യണം. ഒന്ന്, തൊലി കളയാണ്ട് ഗോതമ്പ് കഴിക്കണം. തൊലി കളയാതെ കുത്തി വെളുപ്പിക്കാതെ ഗോതമ്പ് സ്ഥിരം ഏതെങ്കിലും ഒരു നേരം കഴിക്കണം. കുളിച്ചാൽ തല തോർത്താൻ പാടില്ല. അയാൾക്കിപ്പോൾ തുമ്മലില്ല, ജലദോഷമില്ല, നീരിറക്കമില്ല. എന്താണ്? സാരല്ല, നല്ല ചോദ്യമാണ്. ചോദ്യങ്ങളൊക്കെ എങ്ങനെ ചോദിക്കും? ഒരു ചോദ്യകർത്താവിന് എങ്ങനെയാണ് ചോദിച്ചുകൂടാത്തത്? മറുപടി പറയുന്ന ആളെ ശ്രദ്ധിക്കണ്ടു. ചോദ്യകർത്താവിന് എങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന പോലെ കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റും. വേവിക്കാണ്ട് നിങ്ങൾക്ക് തിന്നാൻ പൂതിയുണ്ടെങ്കിൽ തിന്നോളി ലേശം, അതിന് പ്രശ്നമില്ല. തൊലി കളയാതെ എന്ന് പറഞ്ഞാൽ ആ ഗോൾഡൻ കളറുള്ള ഗോതമ്പ് നമ്മളെ നാട്ടിലിപ്പോൾ കുത്തി വെളുപ്പിച്ച ഗോതമ്പാണ്. എങ്ങനെ? അല്ല, അത് വറുത്ത് പൊടിച്ചിട്ടോ വേവിച്ചിട്ടോ എങ്ങനെ വേണേലും കഴിക്കാം. പായസമായിട്ടോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാംസത്തിൻ്റെ എല്ല് തറിച്ചിട്ടിട്ട് വേവിക്കാം, ഗുണം കൂടും. അങ്ങനെയാണ് ഈ അലീസ എന്താണ് ദുബൈയിലൊക്കെ നോമ്പിന് ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ്. ഇവിടെ ഉണ്ടല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കഴിച്ച ഫുഡാണത്. ഇപ്പോൾ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ ഈ ഗൾഫിൽ നല്ലൊരു ഗുണമുള്ള മൂത്രാശയ രോഗത്തിനടക്കം പരിഹാരമുള്ളതാണ്. രാവിലെ 8 മണിക്ക് മുമ്പ് ബാർലി തിളപ്പിച്ച് കുടിക്കുക. കിട്ടുമെങ്കിൽ ചെയ്തോളി. ഞാൻ പറയുന്നത് മൂത്രാശയ രോഗം വല്ലാണ്ട് വരാൻ സാധ്യതയുള്ളൊരു ഏരിയയാണിത്. ഒന്ന് നമ്മുടെ വെള്ളം കുടിയിലെ പ്രശ്നമാണ്. മറ്റൊന്നെന്ന് പറയുന്നത് കുബൂസ് കഴിക്കുന്നു. കുബൂസ് കഴിക്കുന്നവന് എത്ര വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല, ഈ മൈദ കുബൂസ് ആണെങ്കിൽ. കാരണം ശരീരത്തിൽ പെട്ടെന്ന് ഡ്രൈനസ് ഉണ്ടാക്കും, വരൾച്ച ഉണ്ടാക്കും. അപ്പോൾ ഗൾഫുകാരെ സഹോദരന്മാർ പറഞ്ഞാൽ നല്ലോണം വെള്ളം കുടിക്കണം, എന്നാലും മൂത്രത്തിൽ കല്ലാണ്, കിഡ്നിയിൽ കല്ലാണ്. പ്രശ്നം ഇതാണ്, കുബൂസാണ്. നമ്മൾ ശ്രദ്ധിക്കണം. അത് സൂക്ഷിച്ചാൽ തന്നെ ഒരു പരിധിവരെ പോകും. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, പിന്നെ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർ കുളിക്കുമ്പോൾ വായിൽ വെള്ളം വെക്കണം. അതായത് കുളിച്ചിട്ട് തല തോർത്തിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നീരിറക്കം വരുന്നവർ കുളിച്ച് തല തോർത്താതെ ഉണങ്ങുന്ന ഒരു സമയമുണ്ട്, ഒരു 10 മിനിറ്റ്.
ആ സമയം വരെ വായിൽ വെള്ളം വെച്ച് നിന്നാൽ മതി. ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടി നമുക്കൊന്ന് ക്ഷമിച്ചൂടെ? നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലല്ലോ, നമുക്ക് വേണ്ടിയിട്ടല്ലേ. കുളി തുടങ്ങുന്നതിന് മുമ്പ് വെള്ളം വെക്കുന്നു, കുളിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ശരീരം ഒന്ന് ഉണങ്ങും പെട്ടെന്ന്. ആ സമയം വരെ ഒരു 10 മിനിറ്റ് ഫിനിഷ്. കുറച്ച് ദിവസം ശീലമായാലും നമ്മൾ ഭയങ്കര ഉഷാറുള്ള ഭയങ്കര ഉന്മേഷം. ഇതെന്ത് ഇത്ര ഉഷാറെന്ന് ചോദിക്കും ആള്. നിങ്ങൾ പുറത്തിറങ്ങിയത് കുളിച്ചിട്ട് അവിടെ നിൽക്കരുതെന്ന് നിങ്ങളോട് അതല്ലേ പറയും. നിങ്ങൾ കൂടുതൽ ബാത്റൂമിൽ നിൽക്കരുത്, ഹമാമിൽ കൂടുതൽ നിൽക്കരുതെന്ന്. കുളിച്ചിട്ട് വന്നിട്ട് വെള്ളം നിങ്ങൾക്ക് അഥവാ നിലത്താകുമെന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തിനെല്ലാം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റ് ഉപയോഗിക്കുന്നത്? ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റ് നിലത്ത് വെച്ച് അതിൽ നിന്നാൽ പോരെ. ഇതൊക്കെ ഞാൻ പറയണ്ടില്ലല്ലോ, നമുക്ക് തന്നെ ആലോചിച്ച് ചെയ്യാലോ. ചെയ്തു നോക്കി, അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അങ്ങനെ ചെയ്താൽ ഗുണമുണ്ടാവും. മാത്രമല്ല ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്ന സ്റ്റെനോയിൽ സെല്ല് എന്ന് പറഞ്ഞൊരു സെല്ലുണ്ട്. ഈ സെല്ലിനെ ശക്തിപ്പെടുത്താൻ വേറെ ഒന്നിനും കഴിയില്ല. ഈർപ്പമുള്ള നെഞ്ച് ഉണ്ടാവണം. അതായത് തലയും നെഞ്ഞും നനഞ്ഞിട്ട് കുറച്ച് നേരം ഉണ്ടാവണം ഓരോ ദിവസവും. എങ്കിലേ സ്റ്റെനോയിൽ സെല്ല് ശക്തിയാവും. നമ്മളിതിന് എന്താ ബദല് പറയാ? വേറെ ബദലില്ല. ഇവിടെ വെള്ളം നനയണം, എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ തന്നെ ഉണങ്ങിയിട്ട് അവിടെ ഉണങ്ങണം, അവിടെ വറ്റണം. എന്താ ഗുണം? ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്റ്റെനോയിൽ സെല്ല് എന്ന് പറയുന്ന സെല്ലിന് ശക്തി കിട്ടും. അത് വേറെ എങ്ങനെ കിട്ടും? വേറെ എങ്ങനെയും കിട്ടൂല. അതുകൊണ്ട് മഹാന്മാരായ ഫുഖഹാക്കൾ മസ്അല എഴുതി കുളിച്ചാലും ഉദു കൊടുത്താലൊക്കെ വെറുതെ തലതും ശരീരമൊക്കെ തോർത്തൽ കറാഹത്താണ്. ഓക്കെ. ഫാനൊക്കെ പുതിയ കണ്ടെത്തലല്ലേ? സത്യത്തിൽ പ്രശ്നമാണ് ഇതൊക്കെ. പിന്നെ വേറെ വഴിയില്ല, നേരത്തെ പറഞ്ഞ ആൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ആൾ ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുന്നതാണ്. അറിഞ്ഞ ഇതൊന്നും അടുപ്പിക്കില്ലല്ലോ നമ്മൾ. വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ നിൽക്കണമല്ലേ. ഉണങ്ങും, അല്ലാണ്ട് തന്നെ ഉണങ്ങും. നമുക്ക് നിങ്ങൾ നാളെ ഒന്ന് ട്രൈ ചെയ്യും. ഞാൻ ഏതായാലും ഒരാഴ്ച ഉണ്ട്, അതിനിടയിൽ നിങ്ങൾക്ക് ഉണങ്ങിയിട്ടില്ല എന്നോട് പറയും. അപ്പോൾ വേറെന്താ സൂക്കേടുണ്ട് നിങ്ങൾക്ക് വെള്ളം ശരീരത്തിൽ ഉണങ്ങുന്നില്ലെങ്കിൽ. ഓക്കെ. അപ്പോൾ അത് രാവിലെ ചെയ്യലാണ് നല്ലത്. കുളിക്കാനും രാവിലെയാണ് നല്ല സമയം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പഴം കഴിക്കാനും, നേരത്തെ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. പഴം കഴിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെ സുബ്ഹ് നിസ്കരിക്കുന്നതിന് മുമ്പാണ്. ഫജ്റു സാദിഖിൻ്റെ സമയമാണ്. എല്ലാ വസ്തുക്കളിലും അതിൻ്റെ ഗുണം ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന സമയം പ്രഭാതത്തിൽ, അതായത് പൂർവ്വപ്രഭാതം എന്ന് പറയും, ഏർലി മോർണിംഗ് എന്ന് പറയും, ഫജ്റു സാദിഖ് എന്ന് പറയും. ഭാരതീയരൊക്കെ അതിന് ബ്രഹ്മമുഹൂർത്തം എന്നാ പറയാം, ബ്രഹ്മമുഹൂർത്തം എന്നാ പറയാം. ഏതൊരു വസ്തുവിൻ്റെയും ഗുണം ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നത്. രോഗം മാറാൻ മരുന്ന് കഴിക്കാൻ തിബ്ബുൻ നബവി പറയുന്ന സമയം സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാ. മനസ്സിലാവുണ്ടോ? രോഗം മാറാൻ മരുന്ന് കഴിക്കാൻ വേണ്ടി തിബ്ബുൻ നബവി സജസ്റ്റ് ചെയ്യുന്ന ടൈം, നിർദ്ദേശിക്കുന്ന സമയം രാവിലെ 4 മണി, 5 മണി, 6 മണി, 7 മണിക്ക് ക്ലോസ്. പിന്നെ മരുന്നില്ല. ഈ ഒരു സിസ്റ്റമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ 7 സമയങ്ങളെ ഫേസ് ചെയ്യുന്നു, അഭിമുഖീകരിക്കുന്നു. ഇപ്പം മഗ്‌രിബും ഇശാവും പോലെ. ഒരു മനുഷ്യൻ ശാരീരികമായി ഏറ്റവും സൂക്ഷിക്കേണ്ട സമയതാ അസ്റിൻ്റെയും മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയമാണ്. അസ്റിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിലാണ് ഏറ്റവും കൂടുതൽ അപകടം വരാൻ സാധ്യതയുള്ളത്, മാനസിക രോഗം വരാൻ സാധ്യതയുള്ളത്, തലരോഗങ്ങൾ വരാൻ സാധ്യതയുള്ളത് അസ്റിൻ്റെയും മഗ്‌രിബിൻ്റെ ഇടയിലാണ്. മിക്ക ആളുകൾക്കും മാനസിക രോഗം പിടിക്കണം ആ സമയത്താണ്. ഓക്കെ. എന്നതുപോലെ ഏറ്റവും നമുക്ക് ഗുണം കിട്ടുന്ന സമയതാ സുബഹിൻ്റെ മുമ്പുള്ള 4 മണിൻ്റെയും 5 മണിൻ്റെയും ഇടയിലുള്ള സമയം. ആ സമയത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ഇജ്അൽ ഫീ ഖൽബി നൂറ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ പ്രകാശത്തെ ചൊരിഞ്ഞേറണം, പ്രകാശമയമാക്കണം. രക്തത്തിലൂടെ സഞ്ചരിക്കുന്ന നരമ്പുകളിലൂടെ സഞ്ചരിക്കുന്ന രക്തത്തിൽ പ്രകാശ ഗുണമുള്ളതാവണം. രക്തത്തിൽ ഇരുട്ട് കയറലാണ് രോഗം. അൽ മറളു ദുൽമത്തുൻ, രോഗമെന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. അശ്ശിഫാഉ നൂറാനിയത്തുൻ, ഷിഫ എന്ന് പറഞ്ഞാൽ പ്രകാശവൽക്കരണമാണ്. ലോകത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ വിസ്മയിപ്പിച്ച 17ാമത്തെ വയസ്സിൽ ഏറ്റവും വലിയ നോബൽ സമ്മാനം നേടിയ, ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മഹാൻ ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി 17ാമത്തെ വയസ്സിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മഹാനാണ്. 17ാമത്തെ വയസ്സ്. പ്രിൻസ് ഓഫ് മെഡിസിൻ എന്ന അവാർഡ് അദ്ദേഹത്തിന് നൽകി. പ്രിൻസ് ഓഫ് മെഡിസിൻ എന്ന അവാർഡ് നൽകി ലോകം അദ്ദേഹത്തെ ആദരിച്ചു. ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. അദ്ദേഹം പറഞ്ഞു, ശരീരത്തെ നിങ്ങൾ പ്രകാശമുള്ളതാക്കുക, പ്രകാശ ഗുണമുള്ളതാക്കുക. എങ്ങനെ നടക്കുമെന്ന് വെച്ചാൽ പഴം രാവിലെ കഴിക്കുക. പഴത്തിൽ, വെള്ളത്തിൽ. ഇപ്പം നമ്മളൊക്കെ നാട്ടിലൊരു വിശ്വാസമുണ്ട്. നമ്മളെ തളിപ്പറമ്പ് ഭാഗത്തൊക്കെ ഉണ്ട്. ഞാൻ തളിപ്പറമ്പിലാണ്, നമ്മളെ കുപ്പത്തിനടുത്ത് കുറ്റേരിയാണ് ഞാൻ, മനസ്സിലാക്കണം. അപ്പോൾ അവിടെയൊക്കെ ഞാൻ കേട്ടത് ഈ ഹജ്ജ് പെരുന്നാളിൻ്റെ അന്ന്, അതായത് ദുൽഹിജ്ജ 10-ൻ്റെ അന്ന് രാവിലെ കോരുന്ന ആദ്യത്തെ ഒരു തൊട്ടി വെള്ളം സംസമാണ്. വേറെ ഏത് നാട്ടിലൊക്കെ പറയാറുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിത് കേട്ടിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈദ്യശാസ്ത്രം പഠിക്കാൻ അവസരം കിട്ടുകയും
ഓരോ സമയത്തിൻ്റെയും ഗുണങ്ങൾ വേറെ വേറെ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും രാവിലെ കോരിയെടുക്കുന്ന വെള്ളത്തിന് പ്രത്യേക ഗുണമുണ്ട്. ഫോട്ടോബയോണിക് ഇഫക്റ്റ്, ശരീരത്തിന് ആവശ്യമുള്ള പ്രകാശ ഗുണം വെള്ളത്തിൽ നിന്ന് കിട്ടുന്നത് ഈ രാവിലെ കിണറിൽ നിന്ന് കോരിയെടുത്ത വെള്ളത്തിനാണെന്ന് പഠിച്ചപ്പോഴാണ് പഴയ പെണ്ണുങ്ങന്മാർ പറഞ്ഞ ഈ പിന്നെ കാര്യം എനിക്ക് ബോധ്യമായത്. എന്താണ്? രാവിലെ അന്ന് കോരുന്ന വെള്ളത്തിന് സംസം പോലെയാണ്. ഞാൻ എൻ്റെ ഗുരുനാഥനോട് ഈ വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ ആ ഗുണം വെള്ളത്തിനുണ്ട്. ഏത്? സംസമിൻ്റെ ഗുണം. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം രാവിലെ കോരിയെടുത്ത വെള്ളം കുടിക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചോദിച്ചു രാവിലെ വെള്ളമല്ലേ, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ശരിയാണ്, നാട്ടിൽ സമൂഹത്തിൽ അങ്ങനെ വ്യാപകമായ അറിവുണ്ട്. സത്യത്തിൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ പിറക് ഭാഗത്തിന് ശക്തി കുറഞ്ഞു വരും. നിങ്ങൾ ഇതും ചെയ്തു നോക്കിക്കോ. നിങ്ങളെ വീട്ടിലെ 2 കുട്ടികൾ, ഒരു കുട്ടിക്ക് രാവിലെ എണീച്ചോടെ പച്ചവെള്ളം കൊടുക്കുന്നു, മറ്റേ കുട്ടിക്ക് രാവിലെ എണീച്ചോടെ ഈത്തപ്പഴം കൊടുത്ത് വെള്ളം കൊടുക്കുന്നു. ഈ 2 കുട്ടികൾ 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മാറ്റം കാണാൻ പറ്റും. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നീട് ഞാൻ ക്ലിയർ ആക്കി തരാം ഇൻഷാ അല്ലാഹ്. ആയുസുണ്ടെങ്കിൽ നമ്മൾ കണ്ടുമുട്ടണമെന്നേ മാത്രമേ ഉള്ളൂ. അത് ക്ലിയർ ചെയ്യണ്ട. ഞാനൊരു അപകടം പിടിക്കുന്ന വഴി പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ കടങ്ങാറാണ്ട. ചില ആളുകൾക്ക് എന്തും പരീക്ഷിച്ചേ മതിയാവും എന്നുള്ളവരുണ്ടാവും. ജലാംശമുള്ള പഴങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളം പറ്റൂല, അങ്ങനെയുണ്ട്. നേന്ത്രപ്പഴം കഴിച്ചാൽ അതിൽ ജലാംശം കൂടുതലില്ല. ഇപ്പോൾ ബത്തക്ക, ഓറഞ്ച്, പൈനാപ്പിൾ, അതിലൊന്നും നമ്മൾ എന്താക്കരുത്, അതിൻ്റെ പിറകെ വെള്ളം കുടിക്കരുത്. ഫ്രൂട്ട്സിന് പിറകെ വെള്ളം കുടിക്കരുത്. അത് ഏത് ഫ്രൂട്ട്സാണ്? ഓൾറെഡി അതിൽ തന്നെ വെള്ളമുണ്ട്. ജ്യൂസ് കുടിച്ചാൽ കിഡ്നി രോഗം വേഗം വരുത്താം. അതല്ല ഞാൻ പറഞ്ഞത്. കിതാബ് തന്നെ ഉണ്ട്. കിതാബ്, അറബി കിതാബ് മുജറബാത്തിലുണ്ട്. ഇത് ഇസ്ലാമിക ലോകത്തെ പൂർവിക പണ്ഡിതന്മാർ എഴുതി വെച്ച കിതാബിൽ തന്നെ ഉണ്ട്. ചായ നല്ലതാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലത് ഞാൻ പറഞ്ഞില്ലേ, അത് ശ്രദ്ധിച്ചില്ല. ഈത്തപ്പഴമാണ് കൂടുതൽ ബെറ്റർ. അതിൽ തന്നെ അലി റളിയല്ലാഹു തആല അൻഹുവിനെ മാനിക്കുകയാണെങ്കിൽ അജുവയാണ് ബെറ്റർ. പിന്നെ പ്രതിരോധ സംബന്ധമായ തകരാറ്, വയറ്റിൽ പുണ്ണൊക്കെയുള്ളവരാണെങ്കിൽ അത്തിപ്പഴമാണ് നല്ലത്. അങ്ങനെ മാറി ഭയങ്കര അസിഡിറ്റി, ഹൈപ്പർ അസിഡിറ്റി, എന്തെങ്കിലും കഴിക്കുമ്പോഴേക്ക് നെഞ്ച് കത്തൽ, നെഞ്ചരിച്ചൽ, യെസ്, ഇത്തരം പ്രശ്നമുള്ളവരാണെങ്കിൽ ഈത്തപ്പഴത്തിലേക്ക് പോകാതെ അത്തിപ്പഴത്തിലേക്ക് വരണം. ഡെയിലി രാവിലെ ഒരു 2 അത്തിപ്പഴം 1/2 ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുക. രാവിലെ ഫിംഗർ ജ്യൂസ് അടിക്കണം. വിരലുകൊണ്ട് ഇങ്ങനെ ഉടക്കുക. വിരലുകൊണ്ട് ഉടച്ചിട്ട് അതിലൊരു സത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനുണ്ട്. എന്നിട്ട് വെള്ളം കുടിക്കുക ആദ്യം. ശേഷം ആ പീസസ് ഇല്ല അതിൻ്റെ, അത് നന്നായി ചവച്ചരച്ച് കഴിക്കുക. അതുപോലെ ഹാർട്ടിന് എപ്പോഴും ക്ഷീണമുള്ള ഒരാളാണ്, അയാൾക്ക് രാവിലെ നല്ലത് ഉറുമാമ്പഴമാണ്. മാറിയില്ലേ വിഷയം? ഈത്തപ്പഴം പറ്റും. ഈത്തപ്പഴവും നേന്ത്രപ്പഴവും രണ്ടും ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അവിടെ വേറൊരു നിർദ്ദേശം വരുന്നത് ഉറുമാമ്പഴത്തിൽ നിന്ന് 15 സീഡ്, ഉറുമാമ്പഴമില്ലേ, അതിലെ 15 അല്ലി മാത്രം എടുക്കണം, 15 പീസ് മാത്രം. അത് വായിലിടുക, ഒരു 15 മിനിറ്റ് ചവക്കുക. 15 എണ്ണം 15 മിനിറ്റ് ചവക്കുക. പിള്ളേരൊന്നും കാണരുത്, എന്താ ഉപ്പാക്ക് പറ്റിയെന്ന് ചോദിക്കും. മുമ്പ് ബബിൾഗം ചവക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചീത്ത പറഞ്ഞല്ലേ, ഇരുന്ന് ചവക്കണം. അങ്ങനെ ഒരു മെത്തേഡ് ഞാൻ പഠിച്ചിട്ടില്ല, അറിയില്ല എനിക്ക്. അത്തിപ്പഴം സൈത്തെണ്ണയിലിട്ട് കഴിക്കുന്ന മെത്തേഡ് ഉണ്ടാവാം, കാരണം വ്യത്യസ്ത രൂപത്തിലുള്ള ഉപയോഗം ലോകത്തുണ്ട്. മഹാനായ, ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസർ രോഗത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകിയ മഹാപണ്ഡിതനാണ് ആടൂർ ഹബീബ് ബീരാൻകുട്ടി മുസ്ലിയാർ ഉസ്താദ് അവർകൾ. അദ്ദേഹത്തിൻ്റെ ഒരു ക്രമമാണ് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നം, പൈൽസിൻ്റെ പ്രശ്നം, കോൺസ്റ്റിപ്പേഷൻ പോലത്തെ പ്രശ്നങ്ങളുള്ളവർക്ക്, ദഹനം നന്നായി നടക്കാത്തവർക്ക്, മനസ്സിലായില്ലേ, പൈൽസിൻ്റെ അസുഖമുള്ളവരൊക്കെ ഈ അത്തിപ്പഴം രാവിലെ കഴിക്കുന്നത് വളരെ ബെറ്ററാണ്. അതുപോലെ രക്തം പോവുക, ബാത്റൂമിൽ പോകുമ്പോൾ രക്തം ബ്ലീഡ് ചെയ്യുക, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ അത്തിപ്പഴം നല്ല ഫലം ചെയ്തിട്ടുണ്ട്. അത് മാത്രം മരുന്നാണെന്നും തെറ്റിദ്ധരിക്കരുത്. എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അത് വയറുമായി, പൈൽസ് എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ രോഗമല്ല, വയറിൻ്റെ രോഗമാണ്. വയറിൽ അന്വേഷണം നടത്തണം. വയറിൽ അന്വേഷണം നടത്തി വയറിനെ പഠിച്ച് വയറിനെ ചികിത്സിച്ച് ശക്തിപ്പെടുന്ന മരുന്ന് കൊടുത്തിട്ട് അതിൻ്റെ മസിലുകളെ ശക്തിപ്പെടുന്ന മരുന്ന് കൊടുത്താലേ പൈൽസ് പൂർണ്ണമായും ശിഫയാവുള്ളൂ. അതേസമയം ഒരു സപ്പോർട്ടീവ് ഏജൻ്റാണ് ഏത്, ഒരു എന്താ പറയുക, ഒരു തൽക്കാല ആശ്വാസം കിട്ടുന്ന ആളാണ് അത്തിപ്പഴം. അതിൻ്റെ കൂടെ ഫുഡ് ശ്രദ്ധിച്ചാൽ പിന്നെ പൈൽസ് ഉണ്ടാവില്ല. നരമ്പ് സംബന്ധമായ പ്രശ്നം വരില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നൊരു പഠനമാണ്, യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ നടന്ന പഠനം. 5 മില്ലി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്പൂൺ അളവാണ്, ഡെയിലി കഴിച്ചാൽ വരില്ല. രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ അറിവ്, ഞാൻ ആകെ 10 കൊല്ലമായിട്ടുള്ളൂ പഠിക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ എത്ര കൊല്ലം പഠിക്കേണ്ടതാ? ഫ്രഷ് ഫ്രൂട്ടാണ് നല്ലത്. അതിൽ പറഞ്ഞ ജലാംശത്തിൻ്റെ ഗുണം കൂടുതലുണ്ട്. ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഗുണം വേറെയാണ്, മനസ്സിലായില്ലേ? വിരുദ്ധാഹാരങ്ങൾ ഇപ്പോൾ പാല്, മീൻ, അതുപോലെ തോടുള്ളതും തോടില്ലാത്തതും, ഇറച്ചിയും മീനും, ചിക്കനും തൈരും, ഇങ്ങനെയുള്ളതൊക്കെയാണ് വിരുദ്ധാഹാരങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഉഴുന്നും തൈരും പറ്റൂല, അതൊന്നും പിന്നെ നമ്മൾ ചെയ്യുന്നില്ലല്ലോ.
നമ്മൾ ചെയ്യുന്നതിൽ പ്രശ്നം വരാൻ സാധ്യതയുള്ളത് ഒന്ന് തൈരും കോഴിയാണ്. പിന്നെ ഇവിടെ പിന്നെ തൈരല്ലല്ലോ കിട്ടുന്നത് അല്ലേ, തൈര് എന്തോ ഒരു പൊടിയിൽ തൈര് പോലെ ആക്കിയിട്ട് തരുന്നില്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല. അൽമറായി എന്നൊക്കെ കേട്ട വലിയ മറ്റേ നടുക്കഷ്ടത്ത് വന്നാൽ നമ്മളെ വിചാരം പോട്ടെ, ഒരു കേൾക്കണ്ടാവണം പിന്നെ അല്ലേ. യെസ്, യൂറിക് ആസിഡ് എന്നതൊരു പുതിയ പ്രയോഗമാണ്. പ്രധാനമായിട്ടും ഈ യൂറോപ്യൻ ക്ലോസറ്റ് വന്നതിന് ശേഷമുള്ള ഒരു പ്രധാന രോഗമാണത്. നല്ല ചോദ്യമാണത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യൂറോപ്യൻ ക്ലോസറ്റും പിന്നെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിർത്താനുമായി അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ പറഞ്ഞത് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം പ്രധാനമായി വന്നത് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ യൂറിയ അല്ല, അങ്ങനെയൊന്നും പറയണ്ട പോട്ടെ, മൂത്രം കറക്റ്റ് പോകാത്തതുകൊണ്ട് അവശേഷിക്കുന്ന മൂത്രം, യൂറിനറി ബ്ലാഡറിൽ മൂത്രം സൂക്ഷിച്ചു വെക്കുന്ന കിഡ്നി അതിൻ്റെ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് തള്ളേണ്ട സാധനമില്ലേ മൂത്രം, ഈ മൂത്രം പുറത്ത് പോവാതെ ഒരല്പം ബാക്കി നിൽക്കൽ സ്വഭാവമുള്ളവരിലാണ് വ്യാപകമായി യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നത്. പ്രധാനമായും സന്തുക്കളിൽ വേദന വരിക, നീർക്കെട്ടുണ്ടാകുക പോലത്തതാണ് പ്രധാന ലക്ഷണമായി പറയുന്നത്. അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളൊക്കെ പിന്നീട് വരും. ഈ പാങ്ക്രിയാസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പിന്നീട് രോഗം വരും. യൂറിക് ആസിഡ് ചെറിയൊരു രോഗമായി കാണരുത്, വലിയ രോഗങ്ങളിലേക്കുള്ള ചെറിയ സൂചന മാത്രമാണത്. അതൊരു വലിയ രോഗമൊന്നുമല്ല. മസാല ചേർത്ത ഭക്ഷണത്തിൽ നിന്നും കൂടുതൽ പോത്തിറച്ചി കഴിക്കുന്നതിലും തൽക്കാലം വിട്ടു നിന്നാൽ തന്നെ, തക്കാളി കൂടുതലുള്ള കറി കൂട്ടുന്നതിൽ നിന്നൊക്കെ വിട്ടു നിന്നാൽ തന്നെ ഒരു പരിധി വരെ യൂറിക് ആസിഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ 2.5 ലിറ്റർ ചുരുങ്ങിയത് ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുന്ന ശീലവും, ഷമ്മാമ എന്ന് പറയുന്ന ഇവിടെ കിട്ടുന്നൊരു സാധനമുണ്ട്, എന്തായാലും അല്ലേ, ഓക്കെ. തൊലി ഒരല്പം മഞ്ഞയായ തന്നെ തിരഞ്ഞെടുക്കണം, അതന്നെ തിരഞ്ഞെടുക്കണം. ഷമ്മാമ കഴിക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ചുരങ്ങ രാത്രി കറി വെച്ച് കഴിക്കുക. ഉറങ്ങുമ്പോൾ കാല് പൊക്കി വെച്ച് കിടക്കുക, കുറച്ച് ഒരല്പം പൊക്കി വെച്ചിട്ട് കിടക്കുക കാല്. പിന്നെ രാവിലെ ബാർലിയുടെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, ബാർലി പ്രധാനമായ ഭക്ഷണം കഴിക്കുക. തൽവീന എന്ന് പറഞ്ഞിട്ട് കിതാബുകളിൽ ഒരു കഞ്ഞിയുണ്ട്, തൽവീന. മുസ്ലാസുമ തങ്ങൾ കഴിച്ചിരുന്നു, ഭാര്യമാരെ കഴിപ്പിച്ചിരുന്നു, സഹാബത്തിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ബാർലി 20 ഗ്രാമും ഒരു 300 മില്ലി പാലിൽ വേവിച്ച തൽവീനയായി. 20 ഗ്രാം ബാർലി ഒരു 300 മില്ലി പാലിലിട്ടാൽ നമ്മൾ ഓട്സ് കാച്ചണ പോലെ, ഇപ്പോൾ എളുപ്പമായില്ലേ, പറഞ്ഞ വേഗം മനസ്സിലാകുന്ന ഭാഷ പറയണം. ഓട്സൊക്കെ കാച്ചണ മാതിരിയുള്ള പരിപാടി. തേനും കൂടി ചേർത്താൽ പൂർണ്ണ സുന്നത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേൻ ചേർത്ത് കഴിച്ചിരുന്നു, പക്ഷേ ചൂടുള്ള സമയത്ത് തേൻ ചേർക്കാനും പറ്റൂല. അപ്പം തൽവീന ഉണ്ടാക്കിയിട്ട്, ബാർലിക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് തണിയാൻ വെച്ചിട്ട് കുറച്ച് തേനും കൂടി ഒഴിച്ച് മധുരിപ്പിച്ചിട്ട് രാവിലെ 8 മണിക്ക് മുമ്പ് കഴിക്കണം. അല്ലാഹു അക്ബർ.